ബേബി വേണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ളതാർക്ക്? ഞാൻ ഗൂഗിൾ പേ കൂടെ വരെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോണത് ടെലിപ്പതി ചലഞ്ചാണ് സുഹൃത്തുക്കളെ. ടെലിപ്പതി ചലഞ്ച് നമ്മൾ ഹൽദിയുടെ അന്ന് നമ്മൾ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ അന്ന് ഇവരെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് പറ്റിയില്ല ഗൈസ്. അന്ന് കുറച്ച് സമയത്തിന്റെ പരിമിതികൾ മൂലം ഗെയിമിലുള്ള എക്യുപ്മെന്റ്സ് എല്ലാം സെറ്റ് ആക്കിയതായിരുന്നു, പക്ഷെ ചെയ്യാനായിട്ട് പറ്റിയില്ല ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ ടെലിപ്പതി ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനും അടിച്ചിട്ടില്ല, അത് ഞാൻ ഒട്ടിച്ചു വെച്ചേക്കുക ഒരു മയത്തിനൊക്കെ ഗൈസ്. അപ്പൊ അതാണ് നമ്മുടെ ടെലിപ്പതി ചലഞ്ചാണ്. ടെലിപ്പതി ചലഞ്ച് നിങ്ങൾ ആരും പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ വേറെ ഒന്നുമല്ല, എന്റെ അവളുടെ ഇഷ്ടങ്ങൾ നമ്മൾ എത്രത്തോളം ഡീപ്ലി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു ചലഞ്ചാണ് ഇന്നത്തെ. അതെ, ഇത് ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊന്ന് അയ്യെ പ്രാക്ടീസ് ചെയ്യാറുണ്ടെന്നാ ഞാൻ എഴുതി തരാറുന്നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇതൊരു പരീക്ഷ. പിന്നൊരു കാര്യം, ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് എടുത്തിരിക്കുന്നത് എനിക്ക് ഐറ്റംസ് ഒന്നും ഇല്ല വലുതായിട്ട്, അതെല്ലാം ഞാൻ ചോദിക്കും, നിങ്ങൾ അതിന് ആൻസർ ചെയ്താൽ മതി. എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല, എല്ലാം കൊച്ചുവിന്റെ പ്ലാൻ ആണ്. പിന്നെ വേറൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ് മീൻസ് സാധാ ഒരു പണിഷ്മെന്റ് അല്ല. നീ തെറ്റിച്ചു കഴിഞ്ഞാൽ മുറുവിന് പണിഷ്മെന്റ്. മുറു തെറ്റിച്ചു കഴിഞ്ഞാൽ നിനക്ക് പണിഷ്മെന്റ് ചെയ്യുമ്പോ എനിക്ക് വിഷമമാകത്തില്ല. അങ്ങനെ ഇവന് ബുദ്ധി വേണം, ബുദ്ധി. ആരാണോ തെറ്റിക്കുന്നത് വിപരീതമായിട്ടൊക്കെയാണ് കൊച്ചു പണിഷ്മെന്റ് ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആരാണ് ഫൈനലി വിൻ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിരിക്കുന്നത് ആരാണോ നമുക്ക് നോക്കാം. അപ്പൊ അത്രയുള്ള നമുക്ക് നേരെ വിളിച്ചിട്ട് പോവാം. സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇതില് പ്രവീണിന് ഇഷ്ടപ്പെട്ടത് മുറു സെലക്ട് ചെയ്യട്ടെ. റെഡി, 1 2 3. ആപ്പിൾ പീസ് ആണ് എപ്പോഴും ആപ്പിൾ പീസ് ആണ് ഇഷ്ടം. മുറുവിന് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഡ്രിങ്ക് 1 2 3. ഇത് സിമ്പിൾ ആണ് ഗൈസ്, ഇത് എല്ലാവർക്കും അറിയാം. ഗൈസ്, അവർക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ഫ്രൂട്ടിയാണ്. എപ്പം ഞാൻ പുറത്തു പോയാലും എനിക്ക് ഫ്രൂട്ടി വാങ്ങിച്ചോണ്ട് തരണം, അല്ലെങ്കിൽ ഇത് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അത് ഈ വലിച്ചു കുടിക്കുന്നതാണ് ഇഷ്ടം, അതാകുമ്പോ ലാസ്റ്റ് പൊട്ടിക്കുകയും ചെയ്യാലേ. അവർക്ക് ഫേവറേറ്റ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ അവർ രണ്ടുപേരും വിജയിച്ചിരിക്കുന്ന സുഹൃത്തേ. സീരിയസ്ലി ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ചോക്ലേറ്റ്സ് എനിക്കും ഇഷ്ടമല്ല, അവർക്കും അത്ര ചോക്ലേറ്റ് ഇഷ്ടമല്ല. നമ്മള് ചോക്ലേറ്റ് വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുമില്ല. മുറുവിന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്. റെഡി, ഒരു ഞാൻ നോക്കട്ടെ, അത് കേട്ടെ കണ്ടുപിടിച്ച. റെഡി, 1 2 3. ഗൈസ്, വണ്ടർഫുള്ളി തെറ്റിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ആർക്കാ പണിഷ്മെന്റ്? അതുകൊണ്ട് കണ്ണടക്കി. ഗൈസ്, ഞാൻ കുറച്ചേ അടിക്കുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്ത പ്രവീണിന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്. 1 2 3. അടിച്ചോളാൻ വയ്യ സത്യമായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു മുറു. രണ്ടുപേരും ഫ്ലോപ്പ് ആയിരുന്നു ഗൈസ്. എന്നാ പിടിക്കൂ, പാഠപുസ്തകമാണ്. ഇനി ഈ റൗണ്ടില് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും, നിങ്ങൾ അതിന്റെ ആൻസർ എഴുതണം. ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. മുറുവിന്റെ ഫേവറേറ്റ് ഡ്രസ്. ഇതിൽ 3 ഓപ്ഷൻ ഉണ്ട്: മോഡേൺ, ട്രഡീഷണൽ, പാർട്ടി വെയർ. ഈശ്വരാ, തെറ്റണേ. രണ്ടുപേരും കറക്റ്റ് ആണ് ഗൈസ്, കറക്റ്റ് ആണ്. മുറു മോഡേൺ ജീൻസ് ആൻഡ് ടോപ്പ് എന്നുണ്ട്, നീ മോഡേൺ എന്ന് മാത്രം. എന്നാലും ആൻസർ കറക്റ്റ് ആണ്. അവർക്ക് ഏറ്റവും കൂടുതൽ മോഡേൺ ഡ്രസ്സാണ് ഇഷ്ടം. ചുരിദാർ ഇഷ്ടമാണ്, പക്ഷെ ചുരിദാറിനെ കാട്ടിയും അവർക്ക് കംഫർട്ട് ഡാൻസ് കളിക്കാൻ എല്ലാത്തിനും ജീൻസ്, ടീഷർട്ട്, ടോപ്പ് അങ്ങനത്തെ. പ്രവീണിന് ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ള സ്ഥലം. ഓക്കെ, ഞാൻ 3 ഓപ്ഷൻ തരാം: ബീച്ച്, മൗണ്ടൻ, വാട്ടർഫോൾ. ഓക്കെ. റെഡി, 1 2 3. കാണിച്ചോ. ഓ, കറക്റ്റ് ആണ് ഗൈസ്, വാട്ടർഫോൾ. ഗൈസ്, ഈ ഗെയിം എനിക്ക് ഇഷ്ടമാവുന്നില്ല. ഓക്കെ, അടുത്തത് പ്രവീണിന്റെ ഇഷ്ടം മുറു കണ്ടുപിടിക്കണേ. ഓക്കെ, ഫേവറേറ്റ് മൂവി. ഞാൻ കുറച്ച് ഓപ്ഷൻ തരാം: ലവ് ടുഡേ, RDX, ഹോം. ഓക്കെ, കാണിച്ചോ.
മിണ്ടത്തില്ല ഞാൻ. ഏട്ടനാ ആദ്യസ് കണ്ടിറങ്ങിയപ്പോ എന്താ പറഞ്ഞ ഇതുപോലെ നല്ലൊരു പടം ഇല്ലെന്ന്. ഇനി ഏട്ടല്ലേ പണിഷ്മെന്റ്? ഏട്ടന്റെ ഇഷ്ടം ഞാൻ തെറ്റിച്ചപ്പോ ഏട്ടന്റെ പണിഷ്മെന്റ്. ആ ശരി, നിനക്ക് ഞാൻ ഇത് ഇടയ്ക്ക് കൺഫ്യൂഷൻ ആയി പോകും. യു ഹാവ് ദിസ് ഗൈസ്. ചെറുനാരങ്ങയാണ് കേട്ടോ. എടാ എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കണേ. എന്തിരി ഇനി വേണോ? സോറി ഏട്ടാ. 6000 രൂപയുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കോ. ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, അടുത്തത് കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ് സുഹൃത്തുക്കളെ. ഞാൻ ഇന്നൊരു സർജറി നടത്തും. നിങ്ങളുടെ രണ്ടുപേരിൽ ഏറ്റവും കെയറിങ് ആരാണ്? ഓ, രണ്ടുപേരും മീ ആട്ടോ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരുങ്ങി ഇറങ്ങാൻ ഏറ്റവും ലാഗ്? നോ ഡൗട്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആർക്കാ? പെട്ടെന്ന് ദേഷിക്കും, പെട്ടെന്ന് തുടങ്ങും. പെട്ടെന്ന് കരയുന്നത്? കരച്ചിലോളി. ഭയങ്കര മടിയാർക്ക? സത്യം, മുറു ഭയങ്കര ഉറക്കവാ. മടി ചില സമയത്തില്ലല്ലോ. മടിയില്ല, അവൾ ഉറങ്ങുമ്പോ ഒട്ടും മടിയില്ല. പ്രേമിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്രിഞ്ച് ഡയലോഗ് അടിക്കുന്നത് ആരായിരുന്നു? രണ്ടുപേർക്ക് നല്ല പതിപ്പാണല്ലേ രണ്ടുപേരും പറ്റി. ഞാൻ ക്രിഞ്ച് അടിക്കുന്ന എപ്പോഴാ? വഴക്കൂടുമ്പോ. വഴക്കുണ്ടായ ആദ്യം ആരാ മിണ്ടുന്നതെന്ന്? ഗൈസ്, ഞാൻ എല്ലാ കലിപ്പന്റെയും കാന്തരയുടെ ക്വസ്റ്റ്യൻസ് ആവുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗൈസ്, ഇതൊന്നും നമുക്കറിയത്തില്ല, അതൊക്കെ അവരുടെ കാര്യങ്ങളാണ്. അതെ, കല്യാണത്തിന് മുന്നേ ഞാൻ കല്യാണം കഴിഞ്ഞേട്ടെ. എന്താ അങ്ങനെ? അതിനെപ്പറ്റി എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പിന്നെ ചെയ്യാറുണ്ട്. ഞാനേ പണ്ടൊക്കെ സ്നേഹിച്ചോണ്ടിരുന്ന അറിയാലോ, എല്ലാരും ബ്ലോക്ക് ചെയ്യും. ഞാൻ ഗൂഗിൾ പേ കൂടെ വരെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബ്ലോക്ക് മാറ്റാൻ കാണുമ്പോ പെട്ടെന്ന് എല്ലാ വഴക്കും തീരും അല്ലേ ഏട്ടാ? എത്ര വഴക്കും. ഏട്ടാ എനിക്കൊന്ന് കാണണം, അത്യാവശ്യം എനിക്കൊന്ന് കാണണം. കണ്ടു കഴിയുമ്പോ എല്ലാ വഴക്കും തീരും. എനിക്കറിയാം. അത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്കാ? ആ റൊമാൻറ്റിക് എനിക്കൊന്ന് കാണണം. നിന്റെ ഒത്തി കാണിച്ചാണ്ടാ അത്. നമ്മള് സീരിയലൊക്കെ അടുക്കളയിലൊക്കെ നമ്മൾ എന്തെങ്കിലും അരിഞ്ഞോണ്ടൊക്കെ ഇടത്തേ ഇല്ല. പൊസസീവ് ആരാ? പൊസസീവ്. ഓക്കേ, സമ്മതിക്കൂല ഞാൻ. നീ അങ്ങനെ ഇപ്പൊ നീ രക്ഷപ്പെടണ്ട. നീ സമ്മതിക്കത്തില്ല. എന്റെ മാത്രം ഞാൻ ഈ ഗെയിം നിർത്തുവാ ഒത്തി. എനിക്കങ്ങ് ഞാൻ കുറെ നേരം കൊണ്ട് ക്രിഞ്ചടിച്ച് മരിക്കാൻ പോണി. ഞാൻ മിണ്ടായിരിക്കുവോ? പിന്നെ പഠിക്കാൻ ഏറ്റവും മോശം ആരാ? പഠിക്കാൻ ഏറ്റവും മോശം ലോകം മണ്ടനാന്നേ ഉള്ളു. പഠിക്കുന്നത് ബേബി വേണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ളത് ആർക്കാ? പെട്ടെന്ന് എന്തിനാ പെട്ടെന്ന് എടുത്തരുത്? എന്തിനാ കുഴലപ്പോ അച്ചപ്പോ വല്ലോണം പെട്ടെന്ന് എടുത്തരേ? അത് എന്നാലും ഏറ്റവും കൂടുതല് നോട്ടേട്ടാ ഭയങ്കര ആഗ്രഹം. ഓക്കെ, പണ്ട് പറയായിരുന്നു 1 വർഷം കഴിയും. അപ്പൊ ഏത് നിമിഷം വേണമെങ്കിലും പ്രതീക്ഷിക്കാമോ? എന്തിരുന്നാലും എന്നെക്കാട്ടി ആഗ്രഹം അമ്മയ്ക്കാണ്. അപ്പൊ അമ്മയ്ക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഈ റൗണ്ട് ഇത്രേ ഉള്ളൂ. ഇത് മതി. ഇനി ഞാൻ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കറക്റ്റ് ആയിട്ട് അതിനുള്ള ആൻസർ എഴുതണം. ഓക്കെ, ഫസ്റ്റ് പ്രപ്പോസ് ചെയ്ത ഡേറ്റ്? ഇതില് ഏട്ടൻ തോക്കും. ഞാൻ നോക്കും. ഇത് റെഡിയായോ? റെഡി, കാണിച്ചോ? ഓക്കെ, കറക്റ്റ്. നോക്കട്ടെ ഏട്ടാ.
ഭയങ്കര ഓർമ്മയാ. അല്ലെങ്കിൽ അവനെ അടിച്ചുറക്കും. അപ്പൊ അത് എന്ന് രാവിലെ ഇരുന്ന് പഠിച്ചു വെക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ആദ്യമായിട്ട് പോയി കഴിച്ച ഫുഡ് എനിക്ക് ആ ഹോട്ടലിൽ ഒരു ഓർമ്മ. സീരിയസ്ലി ഗൈസ്, സീരിയസ്ലി നമ്മൾ ആദ്യമായിട്ട് കണ്ടിട്ട് പോയി കഴിച്ച ഫുഡ് നൂഡിൽസ് സംസം ഹോട്ടൽ. ഓക്കെ. മുറിവൊക്കെയാണ് ചിക്കൻ നൂഡിൽസ്. തെറ്റാന്ന് എനിക്ക് അറിയാം, എന്നാലും ഞാൻ ചുമ്മാ എഴുതിയതാണ്. ചന്തിയാ മന്തി ഓർമ്മയില്ലേടി? പൊളിക്കല്ലേടാ. നിനക്ക് ഓർമ്മയില്ലേടി? ഗൈസ് നൂഡിൽസ് ആണ് നമ്മൾ ആദ്യമായിട്ട് കഴിച്ചത്. അത് എവക്ക് വേണം. അന്ന് അവന് മന്തി കടിക്കാനുള്ള ഭയങ്കര ആദ്യം മനസ്സിലാക്കണം. അല്ല മന്തി അല്ലാന്ന് എനിക്ക് അറിയായിരുന്നു, ഞാൻ ചുമ്മാ എഴുതിയതാണ്. ഇതിലൊന്നും പണിഷ്മെന്റ് ഒന്നും ഇല്ലേ? പിന്നെ ഞാൻ ചുമ്മാ അങ്ങ് ചോദിക്കാം ഗൈസ്, ചുമ്മാ എന്തിനാ ഈ പിള്ളേരിട്ട് കഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ച പണിഷ്മെന്റ്. പ്രവീൺ ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റ് എന്ത്? കിണ്ടി. ഡ്രസ്. പ്രവീണ് ആദ്യമായിട്ട് സമ്പാദിച്ചത് എത്ര രൂപ? ഫസ്റ്റ് ഒരു സാലറി എന്നൊക്കെ പറയുന്ന കിട്ടുന്ന സാധനം. തുക എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ആ കിട്ടിയ തുകയിൽ നിന്ന് ഞാൻ 2000 രൂപ എന്ത് എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാം ഞാൻ വീട്ടിലെ അമ്മയ്ക്ക് വെച്ച് ഡ്രസ്സ് എടുത്ത് കൊടുക്കുക. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, കറക്റ്റ്. 7000 നിന്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ 6 പറഞ്ഞോളൂ എനിക്കൊരു അത് കുഴപ്പമില്ല. എന്നാലും കറക്റ്റ്. നീ എന്തായിരുന്നു എഴുതിയിരിക്കുന്നത്? 1000 രൂപയുടെ കുറവുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് 7000 രൂപ കിട്ടിയത് ഫസ്റ്റ് സാലറി. ഈ ജോലി വേണ്ടെന്ന് പറഞ്ഞത് ഞാൻ. ഫസ്റ്റില് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കളിച്ച ഡാൻസും ഡുവറ്റ് പോലെ ഞങ്ങൾ രണ്ടുപേരും മാത്രം തുടങ്ങിയ ഡാൻസ്. അറിയാം. പറയട്ടെ, മൃദു തിരിച്ചിട്ട് പറയണേ. കറുത്തുവെല്ലാം കല്ലീച്ച ശിവകാർത്തികൻ. തമിഴ് സോങ്. ഓക്കെ ഓക്കെ, കറക്റ്റ് കറക്റ്റ്. രണ്ടുപേരും ജയിച്ചേ. ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ ഗെയിം ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, അപ്പോൾ നമ്മൾ ആൾമോസ്റ്റ് ഒരുപാട് എണ്ണത്തിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. എനിക്ക് മൊത്തം അടിച്ച് തീർക്കണമെന്നുണ്ടായിരുന്നു ഗൈസ്, അതാണ് ലാസ്റ്റ് ഇങ്ങനെ അടിച്ച് എന്റെ ആഗ്രഹം തീർത്തത്. കൂടുതലും പറഞ്ഞത് പേഴ്സണൽ ക്വസ്റ്റ്യൻസിനാണ് കൂടുതലും കറക്റ്റ് ആൻസർ പറഞ്ഞു. കുറച്ചേ പേര് തെറ്റിച്ചുള്ളൂ ഗൈസ്. ഞാൻ വിചാരിച്ചു ഇവൻ മൊത്തവും തെറ്റിക്കുമായിരിക്കുമെന്ന്. ഇടയ്ക്ക് അമ്മ എന്തൊക്കെ കുണുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഗൈസ് അടിപൊളി ഒരു ഗെയിം ആയിരുന്നു സുഹൃത്തുക്കളെ. നമ്മളെന്തായാലും കുറെ നാളായി ഗൈസ് ഒരു ഗെയിം ഒക്കെ ചെയ്തിട്ട്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഹൽദിക്ക് ചെയ്യാനായിട്ടിരുന്ന സാധനമാണ്, പക്ഷെ ഫോർച്ചുനേറ്റ്ലി ആ സാധനം അന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. മുറോ സൂപ്പറിലായിരുന്നു. അതെ, കുറെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. ഗൈസ്, പിന്നെ വേറൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എല്ലാരും ചോദിച്ചായിരുന്നു ഹണിമൂണിനൊന്നും പോകുന്നില്ലേ എന്ന്. നെക്സ്റ്റ് മന്ത് നമ്മൾ പോകുന്നു കാശ്മീർ. അപ്പൊ ഇന്നാണ് ഡേറ്റ് ഫിക്സ് ആയത്. അപ്പൊ ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത മാസം അറിയാം. എന്തായാലും അടുത്ത മാസം നമ്മൾ പോകും. ഓക്കെ, അപ്പൊ നമ്മുടെ ഹണിമൂൺ നമ്മളെ തകർക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ അടിപൊളി ഗെയിം ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. എടി എൻജോയ് ചെയ്തില്ലേ? തീരണ്ടാ തോന്നി അടുത്തടുത്ത്. കാരണം നമ്മൾ കൂടുതൽ എത്രത്തോളം അതെ അതെ, ഇവർക്ക് ഇരുന്ന് സന്തോഷം. പക്ഷെ നമ്മളെ കൂടുതലൂടെ നമ്മൾ തമ്മിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടുള്ള ഒരു ഗെയിം അല്ലേ. അപ്പൊ നിങ്ങളെ പാർട്ട്ണറുമായിട്ട് വീട്ടിലിരുന്ന് ചുമ്മാ കാർഡ്ബോർഡൊക്കെ വെട്ടി കളിയും. എത്രത്തോളം ഇഷ്ടം ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതിന്റെ വിജയിതാവ് ആരാണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടെ നിങ്ങൾ ഏതൊക്കെയാണ് ശരിയാക്കി തെറ്റിച്ചത്. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലുള്ള ബ്രെഡ് കാണുന്നവരെ ബൈ. അല്ല ഗൈസ്, കല്യാണം കഴിഞ്ഞ് അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് നമ്മളെ ലൈഫില്. കഷ്ണം മാറി വെണ്ടക്കയായ അരിയുന്നത്. അല്ല, പണ്ടത്തെക്കാട്ടി കൂടുതൽ ആ ഒരു ലവിങ് ആ ഒരു സംഭവം കല്യാണത്തിന് ശേഷമാണ് ഭയങ്കര എപ്പോഴും ഉണ്ടല്ലോ കൂടെ, എപ്പോഴും കാണാലോ.